കേരളത്തെ വല്ലാതെ ഞെട്ടിച്ച വയനാടിനെ ഒരു ദുരിതഭൂമിയാക്കിയ ദുരന്തം നടന്നിട്ട് ഇന്ന് ഈ മേഖലയ്ക്ക് ഒരു പ്രതീക്ഷയുള്ള ദിവസമാണ്. കാരണം പ്രധാനമന്ത്രി ഇന്നിവിടെ സന്ദർശിക്കുന്നു. വയനാടിനായി നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് മേപ്പാടി എന്ന ഈ പ്രദേശത്താണ്. മേപ്പാടി നമ്മൾ ഈ ദുരന്തത്തിന് ശേഷം ഒരുപാട് ചർച്ച ചെയ്ത ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയാണ് ചൂരൽമല എന്നുള്ള ഈ ദുരിതബാധിത മേഖല. അതായത് വല്ലാതെ മരണങ്ങൾ സംഭവിച്ച ദുരന്തത്തിന്റെ നേർസാക്ഷ്യം അവിടെ നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ ഒരുപാട് കണ്ടതാണ്. ബെയിലി പാലത്തിന്റെയൊക്കെ നിർമ്മാണം ആ മേഖലയിലാണ്. പക്ഷെ നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല. ദൂരദർശനും ANAയും അല്ലാതെ മറ്റു മാധ്യമങ്ങൾക്ക് പാസില്ല എന്ന ഒരു പരിമിതി ഇന്നുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ചാണ് അത്തരത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്ന ഇപ്പോൾ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് 12 കിലോമീറ്റർ 13 കിലോമീറ്ററോളം പോണം സൂചിമലയിലേക്കും ബെയിലി പാലത്തിലേക്കും മറ്റും. അങ്ങനെ അത്രത്തോളം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ ഈ SPG സംഘം അടക്കം കൈകാര്യം ചെയ്യുന്നത്. പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ട്, SPGയുടെ പ്രവർത്തകരുണ്ട്. ഒപ്പം നമുക്കറിയാം VVIP സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയ ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇന്ന് മറ്റൊരു പ്രത്യേകത, ഇവിടെ തിരച്ചിലില്ല. ഇന്നലെ ജനകീയ തിരച്ചിലായിരുന്നു. ഈ ജനകീയ തിരച്ചിൽ തുടങ്ങിയതിനു ശേഷം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചേർന്നുള്ള തിരച്ചിലാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി സന്ദർശനം പ്രമാണിച്ച് തിരച്ചിൽ നിർത്തിവെച്ചേക്കുന്ന ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ തിരച്ചിലില്ലാത്ത ഈ ദുരന്തം കഴിഞ്ഞ് ഇത്രയും ദിവസം നടക്കുമ്പോഴൊക്കെ ഓരോ ദിവസം നമുക്കറിയാം എത്രത്തോളം സജീവമായാണ് എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതെന്നുമൊക്കെ. അതിനുശേഷം ഇന്ന് തിരച്ചിലില്ലാത്ത ഒരു ദിവസം കൂടിയാണ്. നാളെ മുതൽ വീണ്ടും സജീവമായി തിരച്ചിൽ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ പറഞ്ഞതുപോലെ അതായത് സന്നദ്ധ പ്രവർത്തകർക്കും തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ഒന്നും ഈ ദുരന്ത ബാധിത മേഖലയിൽ മാധ്യമങ്ങൾക്കുമൊന്നും ദുരന്ത ബാധിത മേഖലയിൽ പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. കാരണം ഇന്നലെ ദുരന്ത ബാധിത മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിലയിരുത്തലുണ്ടായി. ഈ കേന്ദ്ര സംഘം ഇവിടെ എത്തി സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തി. അവർ ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. അതിന് പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധമില്ല എങ്കിൽ പോലും അദ്ദേഹമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതും തിരികെ ഡൽഹി എത്തിയ ശേഷമൊക്കെ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുമൊക്കെ. ഏതാണ്ട് 2000 കോടി രൂപയുടെ ഒരു പാക്കേജ്, അതിന് എത്രത്തോളം ഒരു പണം നമ്മുടെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വേണം എന്ന് കേരളം ഈ സംഘത്തോട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എത്രത്തോളം അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ വയനാട്ടുകാർ കാത്തിരിക്കുന്നത്. നമുക്ക് എന്നോടൊപ്പം ഇപ്പോൾ ഡാൻ കുര്യൻ ഈ ഇവിടുത്തെ തൊട്ടടുത്ത് മേപ്പാടിയിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ ദുരന്തബാധിത മേഖലയാണ്. നമുക്കറിയാം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ക്യാമ്പുണ്ട്, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പക്ഷേ പ്രവേശനമില്ല എന്നൊരു പരിമിതിയുണ്ട്. പക്ഷേ ഡാൻ അതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി ഇവിടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഡാൻ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകാനാകും. MS അനീഷ് കുമാർ, മന്ത്രിമാർ ഇവിടെ നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ പലരും ഇവിടെ താമസിക്കുന്നുണ്ട്. ഓഷ്യാനസ് ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ MS അനീഷ് കുമാർ ചേരും. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രധാനമന്ത്രി എത്തുന്ന കൽപ്പറ്റയിൽ MG മിഥുനുണ്ട്. ഒപ്പം നമ്മോടൊപ്പം വിനേഷ് കുമാർ കൂടിയുണ്ട്. വിനേഷ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടാകുമല്ലോ. അവർക്ക് സ്വാഭാവികമായും ചില പ്രതീക്ഷകളുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ആശ്വാസ വാക്കുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട് വിനേഷ് കുമാർ ചേരും. ആദ്യം നമുക്ക് ഡാനിലേക്ക് ഒന്ന് പോകണം. ഡാൻ, ഇന്ന് തിരച്ചിലില്ലാത്ത ഒരു ദിവസമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ചുള്ള ജനകീയ തിരച്ചിൽ നടന്നിരുന്നു. എന്താണ് ഈ സന്നദ്ധ പ്രവർത്തകരും പോലീസും നടത്തുന്ന ഫയർഫോഴ്സും ഒക്കെ നടത്തുന്ന പട്ടാളവും ഒക്കെ നടത്തുന്ന തിരച്ചിലിനേക്കാൾ കുറച്ചുകൂടി മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു, കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്ന് വിലയിരുത്താം. നാളെയും ഇത് തുടരും എന്നല്ലേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? രഞ്ജിത്ത്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രമാണിച്ചാണ് 12 ദിവസത്തിന് അപ്പുറം ഈ തെരച്ചിൽ ഒരു ദിവസത്തേക്ക് ഒരു നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി പ്രധാനമന്ത്രി കടന്നു വരുന്നതിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജനകീയ തെരച്ചിൽ കൂടി നടത്തുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതിനാലാണ് ഈ ദിവസം നിയന്ത്രണങ്ങൾ, അതായത് തെരച്ചിൽ നടക്കുന്നില്ല എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിനുവേണ്ടി മാത്രമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാന്തൻപാറയിലും
സൂചിപ്പാറയിലും സൺറൈസ് വാലിയിലുമൊക്കെ വ്യാപകമായ തെരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലം അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ പൂർണ്ണമായി തെരച്ചിൽ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ നടന്നതുപോലെ ജനകീയ തെരച്ചിൽ അടക്കമുള്ള തുടർ നീക്കങ്ങൾ അത് വരുന്ന ദിവസം നാളെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഇന്നലെ ഈ ജനകീയ തെരച്ചിൽ നടത്തിയതിലൂടെ 11 ദിവസങ്ങൾക്കിപ്പുറം 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ മണ്ണിൽ പൊതിഞ്ഞുപോയ മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും അത് അധിക ദിവസങ്ങൾ കണ്ടെടുക്കാൻ വൈകിയാൽ സ്വാഭാവികമായി വലിയ തരത്തിൽ അല്ലെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്ന 133 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഈ ജനകീയ തെരച്ചിൽ നാളെ വീണ്ടും പുനരാരംഭിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം, മേപ്പാടിയിൽ രഞ്ജിത്ത് നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തായി വിംസ് ആശുപത്രിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സെന്റ് ജോസഫ് സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ്, കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. റോഡിന്റെ ഒരു വശം പൂർണ്ണമായി ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആശുപത്രി പരിസരത്തേക്കും ഈ ക്യാമ്പിന്റെ പരിസരത്തേക്കും ഒരു ആളെ പോലും പരിശോധനകൾക്ക് വിധേയമാക്കാതെ ഇനി കയറ്റിവിടുകയില്ല. രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വാഹനങ്ങളൊന്നും റോഡിന്റെ ഇരുവശവും ഏതാണ്ട് 10 മണിക്ക് ശേഷം പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. ഇപ്പോൾ തന്നെ കനത്ത പോലീസ് ബന്ദോബസ്തിലാണ്. മേപ്പാടിയിൽ നിന്ന് വിംസ് ആശുപത്രിയിലേക്കും ഈ ക്യാമ്പിലേക്കും തിരിയുന്ന വഴികളെല്ലാം വലിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷവും ഏറ്റവും ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ മാത്രം ആ വഴിയിലേക്ക് വാഹനങ്ങളിൽ അല്ലാതെ എത്തപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രമാണ് അവിടേക്ക് കയറ്റിവിടുന്നത്. മാധ്യമങ്ങൾക്കടക്കം കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ മേഖലയിലേക്ക് കടക്കുന്നതിന്. സ്വാഭാവികമായി ഈ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ദൂരദർശൻ മാത്രമായിരിക്കാം. ആ ഒരു നടപടികൾ അവരിലൂടെ മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങൾ ഇനി കാണാനും കഴിയുകയുള്ളായിരിക്കും. എന്തായാലും പ്രധാനമന്ത്രി 12:05 അദ്ദേഹം കൽപ്പറ്റയിൽ എത്തിച്ചേരുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അദ്ദേഹത്തിന്റെ നിർണായകമായ ഇടപെടൽ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് തകർന്നടിഞ്ഞ ഒരു ജനതയുടെ പ്രതീക്ഷ അത് മുകളിലേക്ക് ഉയർത്താൻ ഏത് തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മേപ്പാടിയും ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവുമെല്ലാം.